ആശാ വർക്കേഴ്സിന്റെ സമരത്തെ തള്ളി തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ആശാ വർക്കേഴ്സിനോട് സർക്കാർ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്തു. ഇതിനപ്പുറം വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് 3 തവണ ചർച്ച നടത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഞ്ചാമത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് അവതരിപ്പിച്ച പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. അത് വീണ്ടും അവർ ഒന്നുകൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഗവൺമെൻറ് ഒന്നുകൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു. ആ നിലയിൽ സൗഹാർദ്ദപരമായാണ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. അത് ഇനി ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മതി. 5 പ്രാവശ്യം ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തി, 2 പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ വേണ്ടി പോയി. ഇത്രയധികം ഒരു സമരം ഒത്തീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. വളരെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. 5ാമത്തെ ചർച്ചയിൽ ആരോഗ്യമന്ത്രി അവതരിപ്പിച്ച പ്രശ്നങ്ങൾ ആശാ വർക്കേഴ്സിനോട് പറഞ്ഞു. അവർ വീണ്ടും ആലോചിക്കാമെന്ന് ചർച്ചയിൽ അറിയിച്ചു. സർക്കാരും ആലോചിക്കാമെന്ന് അവരെ അറിയിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇനിയൊരു ധാരണയുണ്ടാക്കിയിട്ട് കൂടിക്കാഴ്ച നടത്തിയാൽ മതി. 5 തവണ ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 2 തവണ കേന്ദ്ര സർക്കാരിനെ കാണുവാൻ വേണ്ടി പോയി. ഒരു സമരം ഒത്തുതീർപ്പാക്കാൻ ഒരു മന്ത്രി മുൻകൈയെടുക്കുന്നത് വലിയ കാര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള വ്യവസ്ഥയാണ് മുന്നിൽ വെച്ചത്. ഇനി മറ്റേത് സർക്കാരായാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം തൊഴിൽ മന്ത്രിയുമായി സമരക്കാർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് ആശാ വർക്കേഴ്സിന്റെ പ്രതീക്ഷ. ആശമാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 58ാം ദിവസത്തിലാണ്. അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 20ാം ദിവസത്തിലേക്ക് കടന്നു. അതിനിടെ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പഠിക്കുവാൻ കമ്മിറ്റി നിയോഗിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. സമരത്തിന്റെ ഭാഗമായി ഏപ്രിൽ 12-ന് സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുന്ന പൗരസാഗരം സംഘടിപ്പിക്കുവാനാണ് സമരസമിതിയുടെ ഇപ്പോഴത്തെ തീരുമാനം.